بسم الله الرحمن الرحيم. وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1828 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 51 അധ്യായമായ സൂറത്ത് സാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫിൽ അർദി ആയാതുൻ ലിൽ മൂഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. صدق الله العلي العظيم. സൂറത്തു സാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ അല്ലാഹു ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പരാമർശിച്ചുകൊണ്ട് അവയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ശപഥം ചെയ്ത് ഖസം ചെയ്ത് ചില സുപ്രധാനമായ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തോടായിട്ട് പറയുകയായിരുന്നു. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത തരം പ്രകൃതം പ്രകടിപ്പിക്കുന്ന കാറ്റുകളെ പരാമർശിച്ചുകൊണ്ടാണ്. പൊടി പറപ്പിച്ച് അടിച്ചു വീശുന്ന കാറ്റ്, അതുപോലെ ഭാരിച്ച മേഘക്കൂട്ടങ്ങളെ ചുമന്നു കൊണ്ടുപോകുന്ന കാറ്റ്, വളരെ എളുപ്പത്തില് തെന്നി നീങ്ങുന്ന കാറ്റ്, മേഘക്കൂട്ടങ്ങളെ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം വിഹിതം വെച്ച് പലയിടങ്ങളിലേക്കും എത്തിച്ച് മഴ പെയ്യിക്കാൻ ഇടയാക്കുന്ന കാറ്റ്. ഈ വിധത്തിലൊക്കെയുള്ള വ്യത്യസ്തമായ കാറ്റുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞൊരു കാര്യം, ഇന്ന മാ തുഅദൂന ലസാദിഖ്, നിശ്ചയമായിട്ടും നിങ്ങളോട് താക്കീതായി അറിയിക്കപ്പെടുന്ന കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. വിധി തീർപ്പിന്റെ നാള്, പ്രതിഫലം നൽകപ്പെടുന്നതിന്റെ നാള് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് തുടക്കത്തിൽ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് സഞ്ചാര പദങ്ങളുള്ള ആകാശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അള്ളാഹു പറയുന്നത്, നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലാണ്, ഭിന്നതയുള്ള അഭിപ്രായങ്ങളിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പുനരുത്ഥാനത്തെ കുറിച്ച്, മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ വളരെ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളിലാണ്. അതൊന്നും അടിത്തറയുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള നിലപാടുകളോ അഭിപ്രായങ്ങളോ അല്ലതാണ്. തെറ്റിക്കപ്പെടുന്നവരൊക്കെയും യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നടത്തുന്ന ഒരു പ്രസ്താവന ഖുതിലൽ ഖറാസൂൻ എന്ന്. ഖറാസ് എന്ന് പറഞ്ഞ ഊഹാപോഹങ്ങളെ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ വിധി തീർപ്പ് നടത്തുന്ന ആളുകളെ കുറിച്ചാണ്. അവര് ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായത്.
അവര് അവരുടെ അജ്ഞതയുടെ ആഴത്തില് മുങ്ങി നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, യസ്അലൂന അയ്യാന യൗമുദ്ദീൻ, വിധി തീർപ്പ് നടപ്പാക്കപ്പെടുന്ന, പ്രതിഫലം നൽകല് നടപ്പിലാക്കപ്പെടുന്ന ആ നാള്, യൗമുദ്ദീൻ, അത് എന്നാണ് സംഭവിക്കുക എന്നാണ് അവര് അതിനെ പരിഹസിക്കുന്ന വിധത്തില് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം, യൗമഹും ഖലന്നാരി യുഫ്തനൂൻ, ആ നാളിന്റെ ഒരു പ്രത്യേകത, അത് അവര് ഏതൊരു നാളിലാണോ അവർക്ക് ശിക്ഷ നൽകപ്പെടുന്നത്, അല്ലെങ്കിൽ നരകശിക്ഷ അനുഭവിപ്പിക്കാൻ അവർക്ക് അവസരം ഒരുങ്ങുന്നത് ഏത് നാളാണോ ആ നാളാണ് ഈ യൗമുദ്ദീൻ എന്ന് അതിന്റെ ഏറ്റവും കടുപ്പമുള്ള ഒരു തലം അവരെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ അല്ലാഹു പറയുന്നത്. ആ ഘട്ടത്തിൽ അവരോടായിട്ട് പറയപ്പെടുന്ന കാര്യം, ദൂഖു ഫിത്നതക്കും ഹാദല്ലദീ കുൻതും ബിഹി തസ്തഅജിലൂൻ, നിങ്ങളുടെ ശിക്ഷ ആസ്വദിച്ചോളൂ, നിങ്ങൾ സൃഷ്ടിച്ച, നിങ്ങൾ ഉണ്ടാക്കിയ സകല കുഴപ്പങ്ങൾക്കുമുള്ള നിങ്ങൾക്കുള്ള അതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം അത് ഏറ്റുവാങ്ങി ആസ്വദിച്ചോളൂ. നിങ്ങൾ ധൃതിപ്പെട്ട് സംഭവിക്കാൻ വേണ്ടി വളരെ വാശി പിടിച്ച് ധൃതിയോടുകൂടി ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണിത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോ ആ നാളിൽ എന്നാൽ ഭക്തരായി ജീവിച്ച, ഭയഭക്തിയോടുകൂടി ജീവിക്കേണ്ടായ ആളുകൾ, ഇന്നൽ മുത്തഖീന, ആ നാളിൽ അവര് ഫീ ജന്നാത്തിൻ വ ഉയൂൻ, ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും. അവരുടെ പാരത്രിക ലോകത്തെ സന്തോഷാഹ്ലാദങ്ങളിൽ കഴിയുന്ന ചില ചിത്രങ്ങൾ അല്ലാഹു അവരെ കുറിച്ച് പരാമർശിക്കുകയാണ്. ആഖിദീന മാ ആതാഹും റബ്ബുഹും, അവർക്ക് അവരുടെ റബ്ബ് നൽകിയതില് വളരെ സന്തോഷത്തോടുകൂടി അതൊക്കെയും സ്വീകരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് അതിന്റെ ആഹ്ലാദത്തിലായിരിക്കും അവര്. ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ, അവര് മുഹ്സിനുകളായിട്ട് നേരത്തെ തന്നെ സ്ഥാനം പിടിച്ച മുഹ്സിനുകളായി ജീവിച്ച ആളുകളാണ്. വിചാരണയുടെ വേളയൊന്നും എത്താൻ അവർ കാത്തു നിന്നിട്ടില്ല. ഐഹിക ലോകത്ത് മുഹ്സിനുകളായി, സുഹൃതവാന്മാരായിക്കൊണ്ട് ജീവിച്ച ആളുകളാണ്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവര് രാത്രികാലങ്ങളിൽ വളരെ പരിമിതമായിട്ടേ ഉറങ്ങുകയുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവര് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയിലായിരിക്കും. വഫി അംവാലിഹിം ഹഖ്ഫുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും അതുപോലെ ജീവിത വിഭവങ്ങൾ തടയപ്പെട്ടവർക്കുമൊക്കെ ഒരു അവകാശമുണ്ട് എന്നത് മനസ്സിലാക്കുന്നവരുമാണ് അവർ. ഈ വിധത്തിലുള്ള ശ്രദ്ധേയമായ ചില ഗുണങ്ങളുള്ള ആളുകളാണ് ഈ ജന്നാത്തിലും ഒയൂനിലുമായിട്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ട് പാരത്രിക ലോകത്ത് കാണപ്പെടുന്ന മുത്തഖികൾ ഈ പ്രത്യേകതകളുള്ളവരാണ്. എന്നിട്ട് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ, ഈ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളിൽ ഈ വേർതിരിവിന്റെ അല്ലെങ്കിൽ തിരിച്ചറിവിന്റെ ഈ ഒരു ബോധ്യം ആളുകൾക്കുണ്ടാകാൻ അവരോട് ഒരുപാടൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അവരുടെ ചുറ്റുപാടുമായുള്ള പ്രകൃതിയിലും അവരുടെ തന്നെ അസ്തിത്വത്തിലുമായി അവർക്ക് ഈ പ്രവാചകൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം സംഗതികൾ അവർക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഈ ആയത്തുകളിൽ 20 മുതലുള്ള ആയത്തുകളിൽ പറയുന്ന കാര്യം സൂക്ഷ്മമായിട്ട് നമുക്ക് നോക്കാം. വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ, ദൃഢബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണു തുറപ്പിക്കുന്ന ധാരാളം പ്രതിഭാസങ്ങള്, ധാരാളം സംഗതികള്, ദൈവികമായ ദൃഷ്ടാന്തങ്ങള് അവർക്ക് ഭൂമിയിൽ തന്നെ കാണാൻ കഴിയും. വഫിൽ അർളി
ആയാത്തുൻ. ഭൂമിയിൽ തന്നെ ഉണ്ട് ആയാത്തുകൾ, ദൈവിക ദൃഷ്ടാന്തങ്ങൾ. ഭൂതലത്തിൽ തന്നെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ച സാകല്യത്തിലായി തന്നെ അവർക്ക് ഈ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള പിൻബലമായ ആയത്തുകള്, ദൈവിക ദൃഷ്ടാന്തങ്ങള് ധാരാളം കാണാൻ സാധിക്കും. അത്രയും ഗംഭീരമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് പ്രപഞ്ചം. നമ്മൾ കഴിഞ്ഞ ദിവസം മഴയെക്കുറിച്ച് പരാമർശിച്ചു, കാറ്റിനെ കുറിച്ച് പരാമർശിച്ചു. ഇതൊക്കെയും തന്നെ യാദൃച്ഛികമായി ഉണ്ടായതാണ് എന്നത് പറയണമെങ്കിൽ കുറഞ്ഞ മൗഢ്യമൊന്നും ഒരാൾക്ക് മതിയാവുകയില്ല. കാരണം അത്രയും കണിശമായ കൃത്യതയോടെ കൂടിയുള്ള, വളരെ ഡെലിക്കേറ്റ് ആയ, വളരെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് വരെ എത്തുന്ന വിധത്തിലുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിന്റെയും പുറകില് ഒരു നിരീക്ഷകന് കാണാൻ സാധിക്കും. ഇത് യാദൃച്ഛികമായി ഒരു സ്ഫോടനം ഉണ്ടായി, ആ സ്ഫോടനത്തിനെ തുടർന്ന് ലോകം ഇങ്ങനെ അങ്ങ് രൂപപ്പെട്ടു വന്നു, എന്നിട്ട് അത് അന്ന് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഒരു മനുഷ്യന് വളരെ വലിയ മൗഢ്യം തന്നെ ആവശ്യമാണ്. വലിയ വിഡ്ഢിത്തങ്ങളെ ഉൾക്കൊള്ളാൻ, അതേപടി വിഴുങ്ങാൻ കഴിയുന്ന ഒരാളായാലേ അതൊക്കെ അതേപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ഒരാൾക്ക് കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഏത് സംഗതിയാണെങ്കിലും, ഭൂതലത്തിലോ അല്ലെങ്കിൽ ജലോപരിതലത്തിലോ ജലസ്രോതസ്സുകളുടെ അടിത്തട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മീതെ ആകാശത്തിലോ എവിടെയായിട്ട് എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിനെ ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതൊന്നും യാദൃച്ഛികതയുടെ ഫലമായിട്ട് സംഭവിച്ചതായിട്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. വെറുതെ മേഘങ്ങളെ നിരീക്ഷിച്ചാൽ മതി, മഴ ഉണ്ടാവുന്നതിനെ നിരീക്ഷിച്ചാൽ മതി, അതുപോലെ ഭൂമിയിൽ വിത്ത് മുളച്ചു വരുന്ന പ്രക്രിയ നിരീക്ഷിച്ചാൽ മതി. അതുപോലെ ആയിരക്കണക്കിന് നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരുപാട് പ്രതിഭാസങ്ങള് നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ വളരെ വ്യവസ്ഥാപിതമായ വിധത്തില് ഇത്തരം അറിവ് ശേഖരിച്ച് ക്രോഡീകരിച്ച് നമ്മൾ അതിനെ ഒരു ഒരു വിജ്ഞാന മേഖലയായിട്ട് അല്ലെങ്കിൽ ഒരു പഠന മേഖലയായിട്ടൊക്കെ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ അതിന് ശാസ്ത്രം എന്നൊക്കെ വിളിക്കും. പക്ഷെ നിത്യജീവിതത്തിൽ ഓരോ മനുഷ്യനും, ചെറിയ കൊച്ചു കുട്ടികൾ പോലും നിരീക്ഷിക്കുന്നുണ്ട് ഈ പ്രതിഭാസങ്ങളെ. ചെറിയ സൂക്ഷ്മമായ ജീവികള്, അവയുടെ ലൈഫ് സൈക്കിള്, അവര് ഭൂമുഖത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിർവഹിക്കുന്ന ധർമ്മം, ആ ജീവിയെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഈ പ്രപഞ്ചത്തിലെ പല സാഹചര്യങ്ങളും, ആ ജീവിയെ അനിവാര്യമാക്കുന്ന പല സാഹചര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിന് വളരെ കൃത്യമായ, വളരെ മെറ്റിക്കുലസ് ആയ ഒരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. ഇതിന് ദൈവിക പ്രവാചകന്മാര് വരേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെറുതെ ഒന്ന് ചുറ്റുപാടിലേക്കും കണ്ണോടിച്ചാല് മനസ്സിലാകുന്ന, നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യര് ഇത്തരം സംഗതികളെ നിരീക്ഷിച്ചുകൊണ്ട് പല കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്റെ വിജ്ഞാന ലോകം അങ്ങനെ വികസിച്ചു വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഈ AI സംവിധാനമുള്ള ഒരു സെർച്ച് ടൂൾ ഉപയോഗിച്ച് ലോകത്ത് മിക്കവാറും നമ്മളുടെ ചിന്തയിലോ അന്വേഷണത്തിലോ എത്തുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പലതും പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കും. ഈ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവൊക്കെ തന്നെ ഒരുപാട് സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യര് നേടിയിട്ടുള്ള അറിവ്, പല മേഖലയിലുമായിട്ട് മനുഷ്യര് നേടിയിട്ടുള്ള അറിവ് പലയിടങ്ങളിലും ശേഖരിക്കപ്പെട്ടു വെച്ചത് അതിന്റെ ഡിജിറ്റൽ സോഴ്സസിലൂടെ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മഴ പെയ്യുന്നത് എങ്ങനെയാണ്, ഈ മോയ്സ്ചർ എങ്ങനെയാണ്
ജലം അല്ലെങ്കിൽ കടലിന്റെ ഉപരിതലത്തിൽ നിന്ന് ജലം ബാഷ്പീകരിച്ചു പോകുന്ന പ്രക്രിയ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ചെടികൾ എങ്ങനെയാണ് സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചെടികൾക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സംഗതികൾ ഈ സോഴ്സിലൂടെ ഒക്കെ ചെറുതായിട്ടൊന്ന് ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള ഉത്തരം ലഭിക്കുന്നുണ്ട്. ഈ ഉത്തരം ലഭിക്കുന്നത് താനെ അങ്ങ് വളരെ മാന്ത്രിക ശക്തിയുടെ ബലത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അദൃശ്യ ജീവി നമുക്ക് പറഞ്ഞു വരുന്ന സംഗതിയല്ല. ഒരുപാട് സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യര് ആർജിച്ചിട്ടുള്ള അറിവ് പല സ്രോതസ്സുകളിലുമായിട്ട് ഡിജിറ്റൽ ഫോമിൽ സേവ് ചെയ്യപ്പെട്ടതാണ് ഈ നിലക്ക് പ്രയോജനപ്പെടുത്തപ്പെടുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു വസ്തുത ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇവിടെ പറയുന്നത് വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ, ദൃഢബോധ്യത്തോടുകൂടി കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആൾക്ക് ഇത് ഒന്നിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അവർക്ക് ഈ ഭൂമിയിൽ തന്നെ ആയാത്തുകളുണ്ട്. ഭൂമിയിലുള്ള ആയാത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാള് യഖീനുള്ള ആളായിട്ട് മാറുന്നത്, മൂഖിനായിട്ട് മാറുന്നത്. മൂഖിനുള്ള ആളാണ് ഭൂമിയിലെ ആയാത്തുകളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ കാണുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് പരസ്പര ബന്ധമുള്ള ഒരു സംഗതിയാണ്. ഒരാൾ യഖീനുള്ള ആളാവുന്നത് ദൈവിക ദൃഷ്ടാന്തങ്ങളെ കണ്ടു ഉൾക്കൊണ്ടുകൊണ്ടാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങളെ അതിന്റെ കൃത്യതയോടുകൂടി കാണുന്നത് അള്ളാഹുവിനെ ബോധ്യപ്പെട്ട ആളുകളാണ്. മറ്റുള്ളവര് അത് കാണാതെ അങ്ങ് കടന്നു പോവുകയാണ്. അതിലടങ്ങിയിട്ടുള്ള അസ്റാറുകളെ ബോധ്യപ്പെടുന്നത് അള്ളാഹു എന്ന അസ്തിത്വത്തെ അനിവാര്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. മറ്റുള്ളവര് ആശയക്കുഴപ്പത്തിന്റെ ഒരു ലോകത്ത് തന്നെയാണ് ഉണ്ടാവുക. എല്ലാം കാണുന്നുണ്ടാവും, പക്ഷെ അതിൽ നിന്ന് യാതൊന്നും അവർ ഉൾക്കൊള്ളുന്നുണ്ടാവില്ല. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്നത് വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ, യഖീനുള്ള ആളുകൾക്ക്, മൂഖിനുകൾക്ക്, ദൃഢബോധ്യമുള്ള ആളുകൾക്ക് ഈ ഭൂതലത്തിൽ തന്നെ, ഭൂമിയിൽ തന്നെ ധാരാളം ദൈവിക പ്രതിഭാസങ്ങളുണ്ട്. ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള പ്രതിഭാസങ്ങൾ, ആയാത്തുകൾ. ഇനി പറയുന്നത് വഫി അംഫുസിക്കും, നിങ്ങളുടെയൊക്കെ സ്വത്വങ്ങളിലും ഉണ്ട് ആയാത്ത്. നിങ്ങളുടെയൊക്കെയും നഫ്സിലും, നിങ്ങളുടെയൊക്കെയും അസ്തിത്വത്തിലും ഉണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുവാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ആയാത്തുകൾ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ നിരീക്ഷിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത്. നിങ്ങളിലുമുണ്ട്, നിങ്ങളിലുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്ത് പറയുന്ന ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മളത് പലപ്പോഴും ഇവിടെ പരാമർശിക്കാറുള്ളതാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, ചക്രവാളങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ച സാകല്യത്തിലായിട്ട് നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുത്തു. വഫി അൻഫുസിഹിം, അവരുടെ തന്നെ സ്വത്വങ്ങളിലുമായിട്ടും. അപ്പൊ ഈ രണ്ട് മേഖലകളെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രതിപാദിക്കുകയാണ്. ഒന്ന് പ്രപഞ്ചമാണ്, മറ്റത് മനുഷ്യാസ്തിത്വമാണ്. പ്രപഞ്ചം എന്ന വിശാലമായ സാധ്യതയിൽ അള്ളാഹുവിനെയും ഒരു പ്രവാചകൻ എന്ന പ്രതിഭാസത്തെയും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന യാഥാർത്ഥ്യത്തെയും വിചാരണ അല്ലെങ്കിൽ ഹിസാബ് എന്ന ഒരു പ്രക്രിയയെയും നരക സ്വർഗങ്ങൾ എന്ന യാഥാർത്ഥ്യത്തെയും ഒക്കെ ബോധ്യപ്പെടാൻ, അതൊക്കെയും അനിവാര്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ധാരാളം സംഗതികൾ ഈ പ്രപഞ്ച സാകല്യത്തിലായിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരം, മനസ്സ്, പ്രകൃതം, താല്പര്യങ്ങള്, അവന്റെ ദൈക്ഷണികമായ തേട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള സംഗതികളിലൊക്കെയുമായിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ധാരാളം സംഗതികളുണ്ട്. ഈ പ്രപഞ്ചത്തിന് കൃത്യമായി ഒരു ആസൂത്രണമുണ്ട് എന്നതാണ് അടിസ്ഥാനപരമായി ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. മനുഷ്യ ശരീരത്തെ നിരീക്ഷിച്ചാലും അത് എത്ര കൃത്യമായിട്ടാണ് ശരീരത്തിലെ ഓരോ ഓർഗനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ അവയവവും പ്രവർത്തിക്കുന്നത്, ഒന്നിനോട് ചേർന്ന് സഹകരിച്ച് എത്ര കൃത്യമായി, എത്ര ഫലപ്രദമായിട്ടാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ആസൂത്രണവും ഇല്ലാതെ സംഭവിക്കുന്നതാണ് എന്ന് ആരെങ്കിലും സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ
അത് അയാളുടെ മൗഢ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മള് ഭക്ഷണം കഴിക്കുന്ന ആ ഡൈജസ്റ്റീവ് പ്രോസസ്സ് തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ കുടലിലും അതുപോലെ ആമാശയത്തിലും ഒക്കെ എത്തി അത് ദഹിപ്പിച്ച് അത് ശരീരത്തിന്റെ ഓരോ കോശത്തിനും ആവശ്യമുള്ള വിധത്തിലുള്ള സംഗതിയാക്കി അതിനെ രൂപപ്പെടുത്തിയിട്ട് അവിടെയൊക്കെ നിശ്ചിത തോതനുസരിച്ച് എത്തിക്കുന്ന സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. തലച്ചോറിന്റെ ബ്രെയിനിന്റെ സെൽസിന് ആവശ്യമുള്ളതായിരിക്കില്ല ഒരു പക്ഷെ നമ്മുടെ അസ്ഥികളുടെ നമ്മുടെ ബോൺസിന്റെ സെൽസിന് ആവശ്യം ഉണ്ടാവുക. നഖത്തിന് ആവശ്യമുള്ള സംഗതി ആവില്ല മുടിക്ക് ആവശ്യം ഉണ്ടാവുക. ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും ഓരോ അവയവത്തിനും ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരേ സംഗതി ആയിരിക്കില്ല ആവശ്യം ഉണ്ടാവുക. ആവശ്യമുള്ളത് ആവശ്യമുള്ള അളവിൽ മാത്രമായിട്ട് നിരന്തരമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ ശരീരത്തിൽ പ്രവർത്തനക്ഷമമാണ്. നമ്മളങ്ങ് വാരി വലിച്ച് തിന്ന് അത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി ആമാശയത്തിലും കുടലിലും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കും, അത് ദഹിക്കും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തത് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു എന്നതും അതിനും ഒരു സംവിധാനം അള്ളാഹു ചെയ്തു വെച്ചത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ശരീരം അബ്സോർബ് ചെയ്യുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങൾ, അതിന്റെ എലിമെന്റ്സ് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ മെയിന്റനൻസിന് വേണ്ടി, അതിന്റെ ജീവൻ നിലനിർത്തി പോകുന്ന ആവശ്യത്തിനൊക്കെ വേണ്ടി വിഹിതം വെച്ച് നൽകപ്പെടുന്നത്. അത് ഓരോ കോശത്തിലും വേണമല്ലോ ഇതെത്തുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടിക്കണക്കിന് കോശങ്ങള് മനുഷ്യ ശരീരത്തിലുണ്ട്. അതിൽ ഓരോ കോശത്തിനും ഈ ഭക്ഷണത്തിന്റെ അംശം അതിൽ നിന്ന് ലഭിക്കുന്ന എന്തൊക്കെയാണോ ശരീരത്തിന് ആവശ്യമുള്ളത് അതൊക്കെയും അത് ശരീരത്തിന് നൽകപ്പെടുകയാണ്. നമ്മൾ ഒരു മരുന്ന് കഴിച്ചാല് ഒന്ന് നോക്കൂ, നമുക്ക് ചെവിക്കാണ് വേദന. മരുന്ന് കഴിക്കുമ്പോൾ നമ്മള് ഗുളിക കഴിക്കുന്നത് നമ്മളെ വയറ്റിലേക്കാണ് പോകുന്നത്. അത് ചെവിയിൽ പ്രവർത്തനക്ഷമമാകുന്നത് എങ്ങനെയാണ്, ഏത് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയും. ശരീരത്തിൽ അത് പ്രവർത്തനക്ഷമമാവുന്നുണ്ട്, അത് ഫലിക്കുന്നുണ്ട്. ഇതേ സാധനം വയറ്റിലേക്ക് എത്തുന്നത് കാലിനും കൈക്കും അതുപോലെയുള്ള ശരീരഭാഗങ്ങൾക്കും ഒക്കെ എത്താൻ സാധ്യതയുള്ളതാണല്ലോ. പക്ഷെ നമ്മള് ചെവിക്കുള്ള അസുഖത്തിന് കഴിച്ച മരുന്ന് നമുക്ക് ഉദ്ദേശിച്ച വിധത്തില് അതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതും പ്രവർത്തനക്ഷമമാകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ എത്ര ഗംഭീരമായിരിക്കും ആ ശരീരത്തിന്റെ ഘടനയും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മള് മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ആണും പെണ്ണും ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബമായി ഒക്കെ മാറുന്ന സംഗതികൾ. ഇതിൽ തന്നെ എന്തെല്ലാം റെസിപ്രോസിറ്റിയുടെ ഒരു ആവശ്യമുണ്ട്. മനുഷ്യർക്ക് അവരുടെ താല്പര്യങ്ങള് സംഘട്ടനത്തിലാവുന്ന അല്ലെങ്കിൽ സംഘർഷപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇപ്പൊ വെറുതെ ഒരു ബോഡി സ്പ്രേയുടെ കാര്യം എടുത്താൽ മതി. മിക്ക കുടുംബങ്ങളിലും അതൊരു പക്ഷേ ഒരു വിഷയമായിരിക്കും. ഒരാൾക്ക് ഇഷ്ടമുണ്ടാവുന്ന വാസന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വാസനയായിട്ടൊക്കെ അനുഭവപ്പെടും. പ്രത്യേകിച്ച് നമ്മളെ മാർക്കറ്റിൽ ലഭിക്കുന്ന ആർട്ടിഫിഷ്യലായി നിർമ്മിക്കപ്പെടുന്ന ഈ സുഗന്ധങ്ങൾ എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമാണ് സുഗന്ധം, വേറെ ചിലർക്ക് അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഗന്ധമായിരിക്കും. അപ്പോ ഇങ്ങനെ വളരെ വിഭിന്നമായ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. അവര് തമ്മിൽ വ്യക്തിപരമായും ശാരീരികമായും ഒക്കെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയിട്ടുള്ള എത്ര അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഈ സാമൂഹ്യ ബന്ധങ്ങളുടെ പ്രവർത്തനം എന്നത് പോലും നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോ ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിക്ക് ചെറിയ ഒരു പൈതൽ വളർന്നു വരുമ്പോ ആ കുടുംബത്തിലെ അംഗങ്ങളോട് ആ കുട്ടിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടായി വരുന്നത്? എന്തുകൊണ്ടാണ് ഇത് അപ്പുറം ഇപ്പുറം ഉള്ള മറ്റുള്ള ആളുകളോട് ആ ഒരു ഇമ്പവും അടുപ്പവും ഒന്നും ഉണ്ടാവാതിരിക്കുന്നത്? അത് എല്ലാവരോടും ഒരുപോലെ ആയി വരാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മനുഷ്യന്റെ ബിഹേവിയറൽ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ചില ട്രോമാറ്റിക് ആയ മെന്റൽ എക്സ്പീരിയൻസ് അത് അവിടെ കിടക്കുന്നുണ്ടാവും. അത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം വളരെ അപ്രതീക്ഷിതമായ ഒരു മൊമെന്റിലാവും ആക്ട് ചെയ്തു തുടങ്ങുകയും അത് അയാളുടെയോ അയാളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെയോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയോ ഒക്കെ ജീവിതത്തിൽ വലിയ
ഒരു ഇടപെടലോ തിരിച്ചടിയോ ഒക്കെ ആയി മാറുന്ന വിധത്തിലുള്ള സംഗതിയൊക്കെ ആയിട്ട് മാറും. അപ്പൊ മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനം തന്നെ വിലയിരുത്തിയാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകാനേ വഴിയുള്ളൂ. കാരണം അത്രയും വിസ്മയകരമായ രീതിയിലാണ് മനുഷ്യന്റെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. അപ്പോ ഇതൊക്കെ നിരീക്ഷിക്കാൻ ഒരാള് സന്നദ്ധരായാൽ ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടും. അതെന്താണ്? ഭൂമിയില് അവർക്ക് ദൃഢബോധ്യം ഉണ്ടാവുന്ന, അതിന് സന്നദ്ധതയുള്ള ആളുകൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വഫി അംഫുസിക്കും, നിങ്ങളുടെ തന്നെ സ്വത്വങ്ങളിലും നിങ്ങളുടെ അസ്തിത്വങ്ങളിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫല തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ, കാണാൻ കൂട്ടാക്കുന്നില്ലേ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഇതൊന്നും കണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്നാണ്. ഇതൊന്നും നിങ്ങൾക്ക് ബസീറത്തായിട്ട് ഉപകരിക്കുന്നില്ലേ, കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്നില്ലേ എന്നതാണ് ചോദ്യം. പിന്നെ അള്ളാഹു പറയുന്നത് വഫി സമാഇ റിസ്ഖുക്കും, വാനലോകത്ത് ഉപരിലോകത്ത് നിങ്ങൾക്കുള്ള വിഭവങ്ങളുണ്ട്. അല്ലാത്തൊരു പ്രസ്താവനയാണ്. വാനലോകത്ത് നിങ്ങൾക്കുള്ള വിഭവങ്ങളുണ്ട് എന്നത്, ഉപരിലോകത്തുണ്ട് എന്ന് പറയുന്നത് നമ്മൾ പലതലത്തിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആകാശത്തുനിന്ന് അള്ളാഹു മഴ ഇറക്കിക്കൊണ്ട് ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുകയും ഭൂമിയിൽ നിന്ന് ജീവജാലങ്ങളും ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും അവയുടെയൊക്കെ കായ്കനികളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വാനലോകത്തു നിന്നുള്ള ഒരു റിസ്ഖ്, നമുക്കുള്ള വിഭവങ്ങളുടെ അലോട്ട്മെന്റ് ആണ്. ഇതേപോലെ തന്നെ ഉപരിലോകത്ത് ഓരോരുത്തർക്കും എന്ത് വിഭവം നൽകപ്പെടണം എന്ന കാര്യത്തിൽ അള്ളാഹു തീരുമാനമെടുക്കുന്നുണ്ട്. അള്ളാഹു അതിനൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ചിലർക്ക് അള്ളാഹു ധാരാളമായിട്ട് നൽകുന്നു, വേറെ ചിലർക്ക് നിയന്ത്രിതമായ തോതിൽ പരിമിതമായിട്ട് മാത്രം നൽകുന്നു. ഇത് അള്ളാഹുവിന്റെ ഒരു പോളിസിയാണ്. അപ്പൊ ഓരോരുത്തർക്കും എന്ത് റിസ്ഖായിട്ട് നൽകപ്പെടണം എന്നത് തീരുമാനിക്കപ്പെടുന്നത് ഉപരിലോകത്ത് നിന്നാണ്, അള്ളാഹുവിന്റെ സംവിധാനത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത്. നമ്മൾ ലൈലത്തുൽ ഖദറിനെ കുറിച്ചൊക്കെ പലപ്പോഴും മനസ്സിലാക്കാറും സംസാരിക്കാറും ഒക്കെ ഉള്ളതാണ്. ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിർണയിക്കുന്ന രാത്രിയാണ്. ഓരോ ആളിനും അള്ളാഹു എന്ത് റിസ്ഖ്, എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം സാധ്യതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു സംഗതി. വഫിസ്സമാഇ റിസ്ഖുക്കും, അള്ളാഹുവിടെ പറയാണ്, ആകാശത്തില് വാനലോകത്ത് ഉപരിലോകത്ത് നിങ്ങളുടെ വിഭവങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിത വിഭവങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. വാനലോകത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളണം. ആകാശത്തുനിന്ന് പറന്നു പോകുന്ന ഒരു പക്ഷി താഴേക്ക് വീണ് നമുക്കതിനെ അതിന്റെ മാംസം ഉപയോഗപ്പെടുത്താൻ, അതിനെ അറുക്കാൻ, അതിനെ ഭക്ഷിക്കാനൊക്കെ പറ്റുന്നു എന്നൊരു സാധ്യത ഏതായാലും ഉണ്ട്. അത് മാത്രമല്ല, ആകാശത്തല്ല ഭൂതലത്തിലാണ് മനുഷ്യന്, അതുപോലെ കടലിലും ജലാശയങ്ങളിലും ഒക്കെയാണ് മനുഷ്യന് ആവശ്യമായ റിസ്ക് ഒരുപാട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊക്കെയും ആകാശത്തു നിന്നുള്ള റിസ്ഖായിട്ടാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. അള്ളാഹുവിന്റെ നിശ്ചയം, അതുപോലെ എല്ലാ റിസ്ഖിന്റെയും അടിത്തറ ഭൂമുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മഴയാണ്. മഴയുടെ തോതും അളവും ലഭ്യതയൊക്കെ അനുസരിച്ചാണല്ലോ എല്ലാ വിഭവങ്ങളും ഇവിടെ അവൈലബിൾ ആവുന്നത്. അപ്പോ ആ നിലക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വഫിസ്സമാഇ റിസ്ഖുക്കും, അതുപോലെ വമാ തുഅദൂൻ, അത് മാത്രമല്ല നിങ്ങളിപ്പോ താക്കീത് ചെയ്യപ്പെടുന്ന സംഗതികളും ആകാശത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഉപരിലോകത്ത് നിന്നാണ് വരാൻ പോകുന്നത്. ഇവിടെ താക്കീത് ചെയ്യപ്പെടുന്ന സംഗതി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നടപടി, മരണം, അതുപോലെ പുനരുത്ഥാനം, ദൈവിക വിചാരണ തുടങ്ങിയ പല കാര്യങ്ങളും, ഇതൊക്കെയും തീരുമാനിക്കപ്പെടുന്നതും വാനലോകത്ത് നിന്നാണ് എന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുക. വഫിസ്സമാഇ റിസ്ഖുക്കും, റിസ്ഖുണ്ട്, നിങ്ങളുടെ വിഭവങ്ങളുണ്ട്, കൂടാതെ വമാ തുഅദൂൻ, നിങ്ങൾ എന്തൊക്കെയാണോ താക്കീതായി അല്ലെങ്കിൽ ഒരു വാഗ്ദാനമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് അതൊക്കെയും വാനലോകത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഫവറബ്ബിസ്സമാഇ വൽ അർള്, എന്നിട്ട് അള്ളാഹു സമാഇനെയും അർളിനെയും അവയുടെ രണ്ടിന്റെയും നാഥനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഖസം ചെയ്ത് പറയുകയാണ്.
ഫവറബ്ബിസ് സമാഇ വൽ അർള്, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ശപഥം ചെയ്യുന്നു. എന്താണ്? ഇന്നഹു ലഹഖുൻ, നിശ്ചയമായിട്ടും ഈ കേൾപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ അറിയിക്കുന്ന കാര്യം അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. മിസ്ലമ അന്നക്കും തൻതിഖൂൻ, ഏതുപോലെ നിങ്ങൾ സംസാരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ, അതുപോലെ. അപ്പോ നിങ്ങളിപ്പോ സംസാരിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന പോലെ യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ പാരത്രിക ജീവിതത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്, രക്ഷാ ശിക്ഷകളെ കുറിച്ച്, നരക സ്വർഗങ്ങളെ കുറിച്ച് ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതാണല്ലോ നിങ്ങൾ അവിശ്വസിക്കുന്നത്, തള്ളിക്കളയുന്നത്, ഉൾക്കൊള്ളാൻ കൂട്ടാക്കുന്നത്. അവയൊക്കെയും തന്നെ നിങ്ങളിപ്പോ സംസാരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണല്ലോ, ഒരു യാഥാർത്ഥ്യമാണല്ലോ, അതേപോലെയുള്ള യാഥാർത്ഥ്യമാണത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നിങ്ങൾ സംസാരിക്കുന്നു, പരസ്പരം മിണ്ടിപ്പറയുന്നു എന്നത് നിങ്ങൾ നിഷേധിക്കുന്നില്ല, അത് സത്യമാണല്ലോ. അതേപോലെ കൃത്യതയുള്ള സത്യമാണ്, കൃത്യമായി പുലരാനിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ റബ്ബി സമാഇ വൽ അർള്, സമാഇന്റെയും അർളിന്റെയും റബ്ബിനെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പറയുന്നതിന്റെ കാര്യം നേരത്തെ സമാഇൽ നിന്നുള്ള റിസ്കിനെ കുറിച്ച് പറഞ്ഞു, ഭൂമിയിലുള്ള റിസ്കിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ സമാഇല് നിങ്ങളുടെ ചുറ്റുപാടുമായി, ഭൂമിയിൽ നിങ്ങളുടെ പരിസരത്തായുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നിങ്ങളുടെ ഒക്കെ സ്വത്വങ്ങളിലായിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോ ആ രണ്ട് സംഗതികളുടെയും, സമാഇന്റെയും അർളിന്റെയും റബ്ബിനെ, അവയുടെ സ്രഷ്ടാവും നിയന്ത്രകനും സംരക്ഷകനുമായിട്ടുള്ള ദൈവം തമ്പുരാനുണ്ടല്ലോ, ആ ദൈവം തമ്പുരാനെ മുൻനിർത്തിക്കൊണ്ട് ഇതാ പറയുന്നു, ഇന്നഹു ലഹഖുൻ, അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. മിസ്ലമ അന്നക്കും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന പോലെ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒരുപാട് വിശദമായ വിശകലനത്തിനും അതുപോലെ വ്യാഖ്യാനത്തിനും ഒക്കെ സാധ്യതയുള്ള രണ്ട് മേഖലകളാണ് അള്ളാഹു ഇവിടെ കോറിയിട്ടിരിക്കുന്നത്. ഒന്ന്, മനുഷ്യന്റെ നിരീക്ഷണം എത്തുന്ന അവന്റെ പ്രപഞ്ചത്തിലെ അവന്റെ ചുറ്റുപാടുകൾ, അതിലടങ്ങിയിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങൾ. മനുഷ്യന്റെ സ്വത്വം എന്ന, മനുഷ്യന്റെ എൻറ്റിറ്റി, മനുഷ്യ ശരീരം, മനസ്സ്, അവന്റെ പ്രകൃതം, താല്പര്യങ്ങള്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് മേഖലകൾ. ഈ രണ്ട് മേഖലകളിലും അള്ളാഹു പ്രവാചകൻ മുഖേന നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കുള്ള പിൻബലമായ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ അതിന്റെ ഒരുപാട് വ്യാഖ്യാന സാധ്യതകളുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് തന്നെ ധാരാളം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ മുഫസ്സിറുകള് വിശദമായി പ്രതിപാദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാം. അതൊക്കെ അതിന്റെ വിശദാംശങ്ങൾ പലപ്പോഴും നമ്മുടെ ഖുർആൻ പഠന പദ്ധതിയുടെ ഭാഗമായിട്ട് പല ആയത്തുകളുടെയും പശ്ചാത്തലത്തിൽ വിശദമാക്കപ്പെട്ടതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല. അപ്പൊ ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു വ്യക്തമാക്കുന്നത്, ഈ ആളുകൾക്ക് ഇനിയും കാര്യങ്ങൾ ബോധ്യമാകുന്നില്ലെങ്കിൽ അവരുടെ ചുറ്റുപാടും അവരുടെ തന്നെ സ്വത്വങ്ങളെയും ഒന്ന് പഠിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ അവര് സ്വീകരിക്കുന്ന നിലപാട് ശരിയാണോ അല്ലേ എന്ന കാര്യം. ഇതാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.